ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളെ ട്രിപ്പിൽ 10th ഡേ ആണ്. ഇപ്പം ഞങ്ങളുള്ളത് നേപ്പാളിൽ കാഠ്മണ്ഡുവിൽ തമിഴ് എന്ന് പറയുന്ന സ്ട്രീറ്റിലാണുള്ളത്. ഇന്നലെ മോർണിംഗ് ഞങ്ങളിവിടെ എത്തി. ഈ സ്ട്രീറ്റിൽ തന്നെ റൂമെല്ലാം എടുത്ത് ഇന്നലെ നമ്മളിവിടെ എല്ലാം പുറത്തെല്ലാം പോയി സ്ട്രീറ്റെല്ലാം നല്ലോണം എക്സ്പ്ലോർ ചെയ്ത് അടിപൊളി സ്ട്രീറ്റാണ്. കുറേ ഇങ്ങനെ ചുറ്റി ചുറ്റി കറങ്ങി കാണാനുണ്ട്. ഇപ്പം നമ്മളെ ട്രിപ്പിൻ്റെ 10th ഡേ ആണ്. അപ്പോൾ മോർണിംഗ് ഞങ്ങൾ ഇറങ്ങി. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. സ്ട്രീറ്റിലൂടെ കുറച്ച് നടന്ന് ഇന്നലെ നമ്മളൊരു മുസ്ലിം റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അടിപൊളി സ്ട്രീറ്റാണ് ഇത്. പ്രത്യേകിച്ച് നൈറ്റ് ലൈഫ് എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഞങ്ങൾ ഇന്നലെ കുറേ ചുറ്റി ചുറ്റി കറങ്ങി നമ്മുടെ റൂമിൽ വരെ നമുക്ക് മിസ്സായി. അങ്ങനെ അതൊക്കെയാണ് വിശേഷം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം. ഇതാണ് ഞങ്ങളെ റൂമ്. ഇവിടെ സ്ട്രീറ്റ് നിയർ ആയിട്ട് തന്നെ ഹോളി ലാൻഡ് ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന ഒരു റൂം നമുക്ക് കിട്ടി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റൂമെല്ലാം ആണ്. ഹായ് ഗൈസ്, അങ്ങനെ ഇന്നലെ നമ്മൾ സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ എനിക്ക് ഇതാ ഒരു ക്യൂട്ട് ബാഗ് കിട്ടി. ഒന്നും നോക്കിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നേപ്പാളി 400 ആണ് ഇതിന് പൈസ ക്യാഷ് വരുന്നത്. അപ്പം നൈസ് ഒരു ബാഗാണ്. കുറച്ച് മോർണിംഗ് വിഷ്വൽസ് കാണിച്ചു തരാം. ഓക്കെ, ഈ സ്ട്രീറ്റിൽ വെച്ചാൽ നമ്മൾ ഇന്നലെ തൊട്ട് കാണുന്ന ഫുൾ ഫോറിനേഴ്സാണ് കൂടുതലും. ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട്. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് ഗൈസ്, നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കിടിലം സാധനങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഇന്ത്യൻ മണി ചേഞ്ച് ആക്കിയതിനെ കൊണ്ട് അതിൻ്റെ ഒരു നേപ്പാളി എന്ന് പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഇതെത്ര അതെത്ര എന്നുള്ളത്. പക്ഷെ ഒരുപാട് ബാഗ്സ്, എന്താ പറയുക, ഒരുപാട് സാധനങ്ങളുണ്ട്. ഡ്രസ്സാവട്ടെ, അടിപൊളി സ്ട്രീറ്റാണ്. ഒരുപാട് ചുറ്റിക്കറങ്ങി കാണാനുണ്ട് സ്ട്രീറ്റ്. അതാണ് ഇന്നലെ നമ്മൾ കുറേ കറങ്ങി എവിടെല്ലോ എത്തി. റൂട്ടെല്ലാം മാറിപ്പോയി. ഫോൺ ഓഫായതിനു ശേഷം നമ്മൾ ലൊക്കേഷൻ കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങളൊരു മൊബൈൽ ഷോപ്പ് കയറി ഫോണൊന്ന് ചാർജ് ചെയ്തിട്ടാണ് പിന്നെ ലൊക്കേഷൻ എടുത്ത് റൂമിലെത്തിയത്. അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ നൈറ്റ് ലൈഫാണ് എല്ലാവരും അടിപൊളി പറയുന്നത്. അടിപൊളിയാണ്. വീക്കെൻഡ്സ്, അതായത് ഇവിടെ സാറ്റർഡേ ഇവിടെ വീക്കെൻഡാണ്. സാറ്റർഡേ ഓഫാണ്. ഫ്രൈഡേ. അപ്പോൾ ഫ്രൈഡേ ഈ സ്ട്രീറ്റ് അടിപൊളിയായിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ എന്താ, പെണ്ണിന് പെണ്ണും കള്ളിന് കള്ളും എല്ലാം കിട്ടുന്നതാണ് പറയുന്നത്. ഇന്നലെ തന്നെ നമ്മൾ ഇങ്ങനെ വരുന്ന വഴിക്ക് ഓരോരുത്തർ വന്നിട്ട് സ്മോക്ക് എന്നെല്ലാം പറഞ്ഞു പോകുന്നുണ്ടായിരുന്നേ. ഭയങ്കര സീക്രട്ടായിട്ട് വന്ന് പറഞ്ഞു പോകുന്നുണ്ടായിരുന്നേ. ഗൈസ്, സിക്കിമിൽ നമ്മൾ പോയപ്പോൾ സിക്കിമിൽ വേറെ തന്നെ ഒരു സ്ട്രീറ്റ്. എനിക്ക് എന്താ പറയുക, ഒരു കുറേ കൊറിയൻ പ്രൊഡക്ട്സ് അങ്ങനെയെല്ലാം തോന്നിയിരുന്നു. വേറെ തന്നെ ഒരു വൈബായിരുന്നു. നേപ്പാൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ, രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇതൊരു വിൻറ്റേജ് അടിക്കുന്നുണ്ട്. ടിബറ്റൻ സ്റ്റൈലാണ്, ഒരു വിൻറ്റേജ് അടിക്കുന്നുണ്ട്. പിന്നെ എനിക്കൊന്നാമത് ഈ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമുള്ളൊരു പേഴ്സണാണ് ഞാൻ. അത് നല്ല രസമുണ്ട്. ഇന്നലെ നമ്മൾ ഉച്ചക്ക് ഞാൻ ഇറങ്ങിയിട്ട് നൈറ്റാണ് റൂമിൽ കയറുന്നത്. ഇങ്ങനെ കറങ്ങി എല്ലാം കണ്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്ത്. ഇത് ഇവിടുത്തെ റിക്ഷ ആണ്. നല്ല ഫ്ലവേഴ്സ് എല്ലാം വെച്ച് നൈസ് സാധനമാണ്. ഇതിവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇവിടെ കൂടുതലും ഈ വിൻ്റർ ടൈപ്പ്, അതേപോലെ ട്രെക്കിംഗ് ടൈപ്പ് അങ്ങനത്തെ ഡ്രസ്സസും കാര്യങ്ങളും കൂടുതലുള്ളത്. പിന്നെ ജാക്കറ്റ്സ്, പിന്നെ കാശ്മീരി സാധനങ്ങളുണ്ട് കേട്ടോ. കാശ്മീരി ബാഗ്സ്, ക്ലോത്ത്സ്, ഷോൾസ് അങ്ങനത്തതെല്ലാം ഉണ്ട്. കൂടുതലും ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യും. വിൻറ്റേജ് ഷോപ്സ് എല്ലാം ഉണ്ട്, ഫുൾ വിൻറ്റേജ് സാധനങ്ങളെല്ലാം ആയിട്ട്. അങ്ങനെ ഒരു വേറെ ഒരു
സ്ട്രീറ്റ്. ഇങ്ങനത്തെ എല്ലാം സാധനങ്ങൾ കണ്ടോ, ആൻറ്റിക് സാധനങ്ങൾ. കുറേ പബ്ബ്, ഡാൻസിങ് ബാർസ് എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. ആ, കുറേ പബ്ബ് എല്ലാം ഉണ്ട്. അതേപോലെ ഇവിടെ ഒരു സ്റ്റേഷനറി ഷോപ്പിൽ പോലും ബിയറും എല്ലാം നമ്മളെ നമ്മളെ കോള, പെപ്സി, സ്പ്രൈറ്റ് എല്ലാം വെക്കുന്ന പോലെ ബിയർ ബോട്ടിൽസ് അധികം എല്ലാ ഷോപ്സിലും ഉണ്ടാവും. നേപ്പാളിൽ വിസിറ്റ് ചെയ്യുന്നവർ മസ്റ്റായിട്ട് ഈ സ്ട്രീറ്റ് വിസിറ്റ് ചെയ്യാം. കാരണം ഒരു ഈവനിങ് ടൈമെല്ലാം ആകുമ്പോൾ എത്തിയാൽ മതി. ഇവിടെ ഈവനിങ് നൈറ്റ് അടിപൊളിയാണ്. കുറേ ടൈം അവിടെ അങ്ങ് സ്പെൻഡ് ആവും. ഇവിടെ തന്നെ കുറേ റൂംസ് എല്ലാം ഉണ്ട്. ഞങ്ങൾ ഇവിടെ തന്നെ റൂംസ് എടുത്തതെല്ലാം. ഷോപ്സ് എല്ലാം ഓപ്പൺ ആയിട്ട് വരുന്നേ ഉള്ളൂ. ഇപ്പം എത്ര 10 മണിയോ 9:30 അങ്ങനെ എന്തോ ആയിട്ടേ ഉള്ളൂ. കാണാം. ഫൈനലി നമ്മളൊരു റെസ്റ്റോറൻറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. സ്ട്രീറ്റ് ഫുഡ് എന്നൊക്കെ കാണുന്നത്, മുംബൈ സ്ട്രീറ്റ് ഫുഡ്. എനിവേ നോക്കാം. പാവ് ബജി, വടാപ്പാവ്, റോൾസൊക്കെ കാണുന്നുണ്ട്. തെച്ചു അവിടെ മെനു നോക്കിക്കൊണ്ടിരിക്കും. നോക്കാം. തെച്ചു എങ്ങനെയാണ് മെനു? നൈസാ? ഓക്കെ. ഇവിടെ ഇതൊക്കെയാണ് മെനു വരുന്നത്. പാവ് ബജി, വടാപ്പാവ്, ഗ്രിൽ സാൻഡ്വിച്ച്. എനിക്ക് സാൻഡ്വിച്ച് മതി കേട്ടോ. ഫുഡ് ഓർഡർ ചെയ്ത് ഒരു പാവ് ഓംപ്ലേറ്റ് പറഞ്ഞ്, പിന്നെ ചിക്കൻ സാൻഡ്വിച്ചും പറഞ്ഞ്, അപ്പം നമ്മൾ കോഫിയും പറഞ്ഞ്. പിന്നെ നമ്മൾ പുതിയ സ്ഥലത്ത് വന്ന് ഫുഡ് ടേസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് നോക്കിയും കണ്ട് ചെയ്യണല്ലേ, വയറിന് പണി കിട്ടുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല നമ്മൾ വിഷം നിൽക്കുന്ന ടൈമിൽ പുതിയ ഐറ്റംസ് ട്രൈ ചെയ്യാൻ തോന്നില്ല. അങ്ങനെ പിന്നെ കണ്ടതിൽ വെച്ച് നമുക്ക് കുറച്ച് ബെസ്റ്റായിട്ട് തോന്നി. അങ്ങനെ ഇത് ഓർഡർ ചെയ്ത് ഇനി ഫുഡ് വന്നിട്ട് നോക്കാം എന്താ അവസ്ഥ ആണ്. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇതിന് 300 നേപ്പാളി, ഇതിന് 350 നേപ്പാളി അങ്ങനെ വരുന്നത്. ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇവിടെ ഒരു ബുദ്ധൻ്റെ ടെമ്പിൾ നമുക്ക് വിസിറ്റ് ചെയ്യാനുണ്ടാവും. ഒരു മോഹൻലാലിൻ്റെ മൂവിയൊക്കെ അപ്പൂക്കുട്ടൻ യോദ്ധ മൂവി ഷൂട്ട് ചെയ്ത് അതൊക്കെ ഷൂട്ട് ചെയ്ത് അങ്ങനെ അവിടെ പോകണം. അവിടെ വിസിറ്റ് ചെയ്തിട്ട് ഈവനിങ് ഒരു 7:45 ഞങ്ങൾ പൊക്കാറിലേക്കുള്ള ബസ് ബുക്ക് ചെയ്തു. 7:45 അത് ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അവിടുന്ന് ബസ് കയറി ഒരു 7 hours കാണിക്കുന്നത്, മേ ബി 10 ആവാം. പൊക്കാരയിലെത്തണം. റോഡ് ഭയങ്കര മോശമാണ്, ഭയങ്കര മോശം റോഡാണ്. ആക്ച്വലി 200 kilometers ഉണ്ട് ഇവിടുന്ന് ഗാങ്ടോക്കിന്ന് പൊക്കാരയിലേക്ക്. അപ്പോൾ ഗാങ്ടോക്ക് അല്ല, സോറി, കാഠ്മണ്ഡുവിന്ന് പൊക്കാരയിലേക്ക് 7 hours കാണിക്കുന്നത് അത്രയാണ്. പിന്നെ അത് 2 days അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ 3 days കറക്റ്റ് പറയാൻ കഴിയില്ല, തിരിച്ച് കാഠ്മണ്ഡുവിലേക്ക് തന്നെ വരും. എന്നിട്ട് ഇവിടുന്നാണ് നമുക്ക് സിലിഗുരിയിലേക്ക്, അതായത് നമ്മൾ ട്രിപ്പ് ഇവിടെ തിരിച്ചിവിടെ എത്തുമ്പോൾ നമ്മൾ ട്രിപ്പ് ഇവിടെ എൻഡ് ആവാനേ നമ്മൾ സിലിഗുരിയിലേക്ക് ബസ് ഉണ്ടാവും. ഇപ്പം ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഇപ്പം ഫസ്റ്റ് നമ്മൾ ഇന്ന് ഈവനിങ് പൊക്കാരയിലേക്ക് പോകും. ബാക്കി 2-3 days പൊക്കാരയിലായിരിക്കും. പൊക്കാരയിൽ കുറച്ച് അടിപൊളി വിഷ്വൽസ് ഉണ്ട് കാണിച്ചത്. നേപ്പാളിലേക്ക് എഫേർട്ട് എടുത്ത് അങ്ങോട്ടേക്ക് പോകണം. നേപ്പാളിലേക്ക് വരുന്ന ഓൾമോസ്റ്റ് എല്ലാവരും പൊക്കാരയിൽ പോകാണ്ടിരിക്കില്ല. പൊക്കാരയിൽ പോയി അവിടുന്ന് പിന്നെ ഹിമാലയാസ് കയറിക്കൊണ്ട് അവിടെ ട്രെക്കിങ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പൊക്കാര പോയി അവിടുന്ന് അങ്ങോട്ടേക്കാണ്. ഈ അന്നപൂർണ ട്രെക്കിംഗ് ഒക്കെ വരുന്നത്. കാഠ്മണ്ഡു സൈഡ് എന്ന് പറയുന്നത് സ്ട്രീറ്റ്, സിറ്റി, അതേപോലെ കുറേ ടെമ്പിൾസ് സൗത്ത് സൈഡാണ് വരുന്നത്. നേപ്പാളിൻ്റെ സൗത്ത് സൈഡാണ് കാഠ്മണ്ഡു. അതേപോലെ ഈ ഞങ്ങൾ പറയുന്ന പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് അറിയില്ല. പൊക്ര എന്നും പറയുന്ന ആൾക്കാരുണ്ട്, പൊക്കാര എന്നും പറയുന്നുണ്ട്. ഇന്നലെ നമ്മൾ ട്രാവൽസിന് പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ പൊക്ര എന്ന് പറയുന്നുണ്ട്, അതേപോലെ ചില ആൾക്കാർ പൊക്കാര എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്താണെന്ന് അറിയില്ല. പൊക്രയിലെത്തിരി കാണാം.